എവിടെ നിങ്ങൾ കടന്നോ ഇരുന്നോ അവിടെയൊക്കെ അവനുണ്ടാവും. നോക്ക് നോക്ക് നോക്കി. രാവിലെ പിണങ്ങിയല്ലോ, നിങ്ങൾ വരുമ്പോൾ ജനലിൽ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോയില്ലേ. അപ്പോൾ കാണാണ്ടായപ്പോൾ പിണങ്ങിയിട്ട് അവിടെ ഒരു കിടത്ത്. അത്ര വാപ്പ വന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കിക്കൂടെ ഒറ്റ തലതേച്ച് കിടക്കി. നോക്ക് നോക്ക്. ഐ കുഞ്ചു, കുഞ്ചു പണി, ഹലോ. ഇതിന് ഏത് നേരം ഇങ്ങനെ ആരാട്ടി കൊടുത്തു. ഇന്നലെ ഫുള്ള് എൻ്റെ കൂടെ കണ്ടോ പറയുന്നില്ല കുഞ്ഞു പണി. എനിക്ക് തിരിഞ്ഞു പറഞ്ഞ് നടക്കാൻ പറ്റട്ടെ. നിങ്ങൾ നോക്കണം നോക്ക്. ഇക്ക തൊട്ടാലും പ്രശ്നമില്ല, തോണ്ടിയാലുമില്ല, മേലെ കിടന്നാലും ഒരു പ്രശ്നമില്ല. ബാക്കി ആരും തൊടാൻ പറ്റും. നോക്കി നിങ്ങൾ നോക്കിക്കൊണ്ട് നടക്കണം. നോക്കി നിനക്ക് തിന്നാൻ തരുന്ന നോക്കണൊക്കെ ഞാൻ. ഇങ്ങനെ കുറച്ചല്ലേ നോക്കും. രാത്രി 2:30 വന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ കിടന്നവരെയൊന്നുള്ളൂ. ഞാൻ എന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടാണ്ട് കിടക്കുമായിരുന്നു. മിണ്ടാണ്ട് വന്ന് പിന്നെ ഹോളിൽ വന്നേരും വിളിക്കും. നിങ്ങൾ കാണാണ്ടിന്നല്ലേ പോയി കിടന്ന് ഉറങ്ങവിടെ. എവിടെ വന്ന് കിടക്കുന്നത് കുഞ്ഞേ? മഴ പുറത്ത് മഴയായതുകൊണ്ട് വീട്ടിൽ കിടക്കുക കേട്ടോ. കുഞ്ഞുമാ കുട്ടാപ്പി കുഞ്ഞ് ചുരുട്ടി കിടക്കണം കേട്ടോ. ഞാൻ പുറത്ത് മഴ കാണിച്ചാൽ കേട്ടോ. സമയം രാവിലെ 9 മണിയാണ്. മോനെ പോ, സമയമില്ല. പുറത്ത് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ, അടിപൊളി മഴയാണ് പുറത്ത്. ആണോ പാടമൊക്കെ ഇന്നലെ ചെറുതായിട്ട് മഴ ഒന്ന് കുറവുണ്ടായിരുന്നു വൈകിട്ട്. അതിൻ്റെ പകരമായി ഇന്ന് രാത്രി തുടങ്ങി മഴ. രാത്രി തുടങ്ങിയിട്ട് ഈ രാവിലെ ആയിട്ട് നിന്നിട്ടില്ല, പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാക്കകളൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിൽ. മഴ ആയതുകൊണ്ട് എല്ലാവരും അവിടെ കയറി നിൽക്കും. കുറേ ഉണ്ട്, ഒരു 10-15 കാക്ക വന്നു. ഇക്ക മഴ ആയപ്പോഴേ കിളിയെല്ലാം കാണാനില്ല ഇക്ക. 2 ദിവസമായിട്ട് അവരെവിടെ പോകും? ഡെയിലി കാണണല്ലേ, 2 ദിവസമായിട്ട് വരുന്നില്ല. നല്ല മഴയില്ല, വേറെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും. നീ ഇവിടെ ഉണ്ടാവും. ഈ കാക്കകളൊന്നും നിൽക്കാൻ പോലെ ഇവിടെ നിൽക്കും. രാവിലെ വന്ന ജനലിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ട് നിൽക്കും. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചില്ലേ വായിക്കൊണ്ടിരിക്കുന്നു കളി. ചെട്ടണം